ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 12 ശനിയാഴ്ച. കർഷക സമരം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ പുതിയ ആരോപണ തന്ത്രവുമായി കേന്ദ്ര സർക്കാർ. സമരത്തെ തീവ്ര ഇടതുപക്ഷം ഹൈജാക്ക് ചെയ്തെന്നാണ് ഏറ്റവും പുതിയ ആരോപണം. ഖലിസ്ഥാൻ തീവ്രവാദികൾ എന്ന ആരോപണം സമരത്തിന്റെ ആരംഭഘട്ടങ്ങളിൽ ഉന്നയിച്ചിരുന്നെങ്കിലും അത് വേണ്ട രീതിയിൽ സമരത്തിനെതിരെയുള്ള വികാരമാക്കാൻ സർക്കാരിനായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് തീവ്ര ഇടതുപക്ഷം സമരമുഖം കൈയടക്കിയെന്ന പുതിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് കർഷകരുടെ ആരോപണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് BJPയുടെ അന്ത്യം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ BJPക്ക് ഒരടി പോലും മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നും കേരളത്തിലെ BJP നേതൃത്വം യാദവകുലം പോലെ അടിച്ചു തകരുമെന്നും രമേശ് ചെന്നിത്തല. EDയുടെ ചോദ്യം ചെയ്യൽ നോട്ടീസിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ CM രവീന്ദ്രനെ ഡിസ്ചാർജ് ചെയ്തു. മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന് ശേഷമാണ് ഡിസ്ചാർജ്. കേരളത്തിൽ ഇന്നലെ 53,508 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 4,642 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 29 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,562ആയി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 73 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,029 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 496 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 44 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,748 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 59,380 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: കോഴിക്കോട് 626, മലപ്പുറം 619, കൊല്ലം 482, എറണാകുളം 409, ആലപ്പുഴ 396, പത്തനംതിട്ട 379, കോട്ടയം 326, കണ്ണൂർ 286, തിരുവനന്തപുരം 277, തൃശൂർ 272, പാലക്കാട് 257, ഇടുക്കി 155, വയനാട് 87, കാസർഗോഡ് 71. സംസ്ഥാനത്ത് ഇന്നലെ പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് ആകെ 440 ഹോട്ട്സ്പോട്ടുകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ഭക്തർക്ക് വിലക്കേർപ്പെടുത്തി. ക്ഷേത്ര ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ക്ഷേത്രത്തിലെ 46 ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ക്ഷേത്രത്തിൽ ഭക്തരെ വിലക്കുന്നതിനൊപ്പം ക്ഷേത്ര പരിസരം കണ്ടെയ്ൻമെന്റ് സോണാക്കി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമുള്ള മാസ്ക് ധരിച്ചെത്തിയ ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. കൊല്ലം ജില്ലയിലെ കൊറ്റക്കര ഗ്രാമപഞ്ചായത്തിലുള്ള കുളശ്ശേരി ബൂത്തിൽ പോളിംഗ് ഓഫീസറായിരുന്ന K. സരസ്വതിയെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ന്യൂനപക്ഷങ്ങൾക്കുള്ള വിദ്യാഭ്യാസ ഫണ്ട് ലഭിക്കുന്നതിൽ ക്രൈസ്തവ സമൂഹം വിവേചനം നേരിടുന്നുവെന്ന് കർദിനാൾ മാർ ആലഞ്ചേരി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോടും വിവേചനമില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും ശ്രീധരൻപിള്ള. കൊച്ചിയിൽ നായയോട് കൊടും ക്രൂരത. നായയുടെ കഴുത്തിൽ കുരുക്കിട്ട് ടാക്സിക്കാരന്റെ പിന്നിൽ കെട്ടിയിട്ട ശേഷം വാഹനം ഓടിച്ചുപോയി. കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സംഭവത്തിൽ കാർ ഡ്രൈവറെ ചെങ്ങമ്മനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. BJP അധ്യക്ഷൻ JP നഡ്ഡയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ബംഗാളിലെ ക്രമസമാധാന നില ചർച്ച ചെയ്യാൻ
കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ച യോഗത്തിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും DGPയും പങ്കെടുക്കില്ല. തിങ്കളാഴ്ചയാണ് യോഗം. ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ വാഹനവ്യൂഹത്തിന് നേരെ ബംഗാളിലുണ്ടായ ആക്രമണത്തെ അപലപിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി. പശ്ചിമ ബംഗാളിലെ ക്രമസമാധാന നില തകർന്നതിന്റെ തെളിവാണിതെന്നും ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതുതന്നെയാണ് നടക്കുന്നതെന്നും ചൗധരി കുറ്റപ്പെടുത്തി. കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കാനാകുന്നില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന് ഹരിയാന ഉപമുഖ്യമന്ത്രിയും JJP നേതാവുമായ ദുഷ്യന്ത് ചൗട്ടാല. താങ്ങുവില സമ്പ്രദായം റദ്ദാക്കില്ലെന്ന് കേന്ദ്രം രേഖാമൂലം നൽകിയ ഉറപ്പ് ഡൽഹി അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകർ നിരസിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഹരിയാന ഉപമുഖ്യമന്ത്രിയുടെ പരാമർശം. ബാംഗ്ലൂരു മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ നടി സഞ്ജന ഗൽറാണിക്ക് കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. നടിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് നടപടി. 3 ലക്ഷം രൂപ കെട്ടിവെക്കണം, എല്ലാ മാസവും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഒപ്പിടണം എന്നീ വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. രാജ്യത്തെ 70 ലക്ഷം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉടമകളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നുവെന്ന് റിപ്പോർട്ട്. ഈ വിവരങ്ങൾ ഡാർക്ക് വെബിൽ ലഭ്യമാണെന്നും റിപ്പോർട്ടുകൾ. ഉപയോക്താക്കളുടെ പേരുകൾ, ഫോൺ നമ്പറുകൾ, ഇമെയിൽ വിലാസങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, വാർഷിക വരുമാനം, ജനനത്തീയതി എന്നിവ ചോർന്ന വിവരങ്ങളിൽ ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. ഈ ഡാറ്റ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയില്ലെങ്കിലും ഓൺലൈൻ ആൾമാറാട്ടം തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിച്ചേക്കാം. കോവിഡ് മഹാമാരി മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 20 ലക്ഷം കോടി രൂപയുടെ ഉത്തേജന പാക്കേജിൽ നിന്ന് 10% തുക പോലും വിതരണം ചെയ്തിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. 20 ലക്ഷം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് 3 ലക്ഷം കോടി രൂപ മാത്രം അനുവദിച്ചിരിക്കെ ബാക്കി 17 ലക്ഷം കോടി രൂപ എന്തു ചെയ്തുവെന്ന് വിവരാവകാശത്തിന് അപേക്ഷിച്ച പൂനെയിൽ നിന്നുള്ള വ്യവസായി പ്രഫുൽ സർദ ചോദിക്കുന്നു. പ്രഖ്യാപിച്ച പദ്ധതി തന്നെ തട്ടിപ്പായിരുന്നോ എന്ന സംശയവും ഉയരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിഴക്കൻ ലഡാക്കിൽ കഴിഞ്ഞ 6 മാസമായി നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയ്ക്ക് കാരണം ചൈനയുടെ നീക്കങ്ങളാണെന്ന് വ്യക്തമാക്കി ഇന്ത്യ. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഏകപക്ഷീയമായി മാറ്റങ്ങൾ വരുത്താൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അതിർത്തി സംബന്ധിച്ച കരാറുകൾ ചൈന മാനിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത mRNA കോവിഡ് വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാൻ സർക്കാർ അനുമതി നൽകി. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെന്നോവ കമ്പനി വികസിപ്പിച്ച mRNA വാക്സിനാണ് മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് അനുമതി ലഭിച്ചത്. US കമ്പനിയായ HDT ബയോടെക് കോർപ്പറേഷനുമായി സഹകരിച്ചാണ് ജെന്നോവ ഈ വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്നലെ 29,961 കോവിഡ് രോഗികൾ, മരണം 440. ഇതോടെ ആകെ മരണം 1,42,662. ഇതുവരെ 98.27 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 93.23 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 3.58 ലക്ഷം രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 4,268 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 2,385 പേർക്കും, പശ്ചിമ ബംഗാളിൽ 2,753 പേർക്കും, കർണാടകയിൽ 1,210 പേർക്കും, ആന്ധ്രയിൽ 520 പേർക്കും, തമിഴ്നാട്ടിൽ 1,235 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ മാത്രം 6,34,077 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,87,850 പേർക്കും, ബ്രസീലിൽ 29,039 പേർക്കും, തുർക്കിയിൽ 32,106 പേർക്കും, റഷ്യയിൽ 28,585 പേർക്കും, ജർമ്മനിയിൽ 28,344 പേർക്കും, ഇംഗ്ലണ്ടിൽ 22,672 പേർക്കും രോഗം ബാധിച്ചു. 11,593 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 2,447 പേരും, ഇറ്റലിയിൽ 761 പേരും, ബ്രസീലിൽ 652 പേരും, മെക്സിക്കോയിൽ 671 പേരും, ജർമ്മനിയിൽ 587 പേരും, റഷ്യയിൽ 613 പേരും, പോളണ്ടിൽ 544 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 7.13 കോടി കോവിഡ് രോഗികളും 16 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. വിഖ്യാത ദക്ഷിണ കൊറിയൻ സംവിധായകൻ കിം കി ഡുക് അന്തരിച്ചു. 59 വയസ്സായിരുന്നു. ലാറ്റ്വിയൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് ബാധിച്ച് അത്യാസന്ന നിലയിലായിരുന്നു കിം കി ഡുക് എന്നും
വെള്ളിയാഴ്ചയാണ് മരണം സംഭവിച്ചതെന്നുമാണ് ലാറ്റ്വിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് വൈറസ് ആക്രമണത്തിൽ നിന്ന് ഫലപ്രദമായ രക്ഷ മുന്നിൽ കണ്ട് UK റഷ്യൻ വാക്സിൻ ശാസ്ത്രജ്ഞർ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു. ഓക്സ്ഫോർഡ് ആസ്ട്രാസെനക്ക വാക്സിനും സ്പുട്നിക് വാക്സിനും ഒരുമിച്ച് പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താനാണ് പുതിയ തീരുമാനം. 2 വാക്സിനും ഒരുമിച്ച് പ്രയോഗിക്കുന്നത് ആളുകളിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ISLൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ATK മോഹൻ ബഗാനെ സമനിലയിൽ പിടിച്ച് ഹൈദരാബാദ് FC. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം സ്കോർ ചെയ്ത മത്സരത്തിൽ കരുത്തരായ ATK നിരക്കെതിരെ മികച്ച പ്രകടനമാണ് ഹൈദരാബാദ് പുറത്തെടുത്തത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.